രാജീവ് ജി കൾച്ചറൽ ഫോറം കണ്ണൂർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പങ്കെടുത്തു. ഇഫ്താർ മതസൗഹാർദ്ദത്തിന്റെ സംഗമവേദി കൂടിയായി മാറി. മുസ്ലിം ആകുന്നതും മുസ്ലിം അല്ലാതായി തീരുന്നതിന്റെയും അടയാളം എന്ന് പറയുന്നത് അവൻ നിസ്കരിക്കുന്നു എന്നതാണ്. 5 നേരം നിസ്കരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തത് ആരാധനയായി നിസ്കാരത്തോട് ചേർത്ത് ഇസ്ലാം എപ്പോഴും പഠിപ്പിക്കുകയും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് സക്കാത്ത് എന്ന് പറയുന്ന ഒരു ആരാധനയാണ്. സക്കാത്ത് എന്ന് പറയുന്ന ആരാധന മനുഷ്യന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. നിസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചെലവില്ലാത്തൊരു ഏർപ്പാടാണ്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആരോഗ്യം ഇല്ലെങ്കിലും നിസ്കരിക്കാം. പക്ഷെ തൊട്ടുടനെയുള്ള ആരാധന നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു ആരാധനയാണ്, അനുഷ്ഠാനമാണ്. മൂന്നാമത് സാധാരണ എണ്ണാറുള്ളത് നോമ്പാണ്. നമ്മൾ ഇന്ന് കാണുന്ന റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന, വെള്ളം കുടിക്കാതിരിക്കുന്ന നോമ്പാണ്. നാലാമത്തെ ഒരു ആരാധന എന്ന് പറയുന്നത് മക്കയിൽ പോയി ചെയ്യുന്ന ഹജ്ജാണ്. നമുക്കറിയാം, ഹജ്ജിന്റെ സീസണിൽ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകാറുണ്ട്. ഈ നാല് ആരാധനകൾ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കണ്ണൂരിലെ സാംസ്കാരിക രംഗത്ത് മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും ജനാധിപത്യ മതേതര വിശ്വാസം കാത്തുസൂക്ഷിച്ച് സമൂഹത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും നിലനിർത്തിപ്പോരുന്ന സാംസ്കാരിക വേദിയാണ് രാജീവ് ജി കൾച്ചറൽ ഫോറം. ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പുണ്യമായ റമദാൻ മാസത്തിൽ വ്രതശുദ്ധി കൊണ്ടും കർമ്മശുദ്ധി കൊണ്ടും മനസ്സും ശരീരവും സംസ്കരിച്ചെടുത്ത് മനസ്സിന് ആത്മീയ ഉണർവ് പകർന്നു നൽകുന്ന പുണ്യകർമ്മത്തെ ചേർത്ത് നിർത്തുന്നതിന് മതസൌഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. എന്റെ ചുറ്റുപാടുമുള്ളവർ അവരും ഞാനും ഒന്നാകുന്നു എന്നുള്ള ഈ ഒരുമയുടെ സന്ദേശം അത് ഒന്നുകൂടെ കൃത്യമായിട്ട് ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഏറ്റുവാങ്ങുവാൻ, നമ്മുടെ അതിനെ സ്നേഹവിരുദ്ധമായ എല്ലാത്തിൽ നിന്ന് ശുദ്ധീകരിക്കുവാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ നോൻപുകാലം. ധാതുവിൽ നിന്നും ഉത്ഭവിച്ച വിദ്യ മനുഷ്യരോടൊപ്പം വളർന്ന് വികസിക്കേണ്ടതായിട്ടുള്ള വിദ്യയിലൂടെ വിവേകവും തിരിച്ചറിവും വന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് വരേണ്ടത് എന്നുള്ളതാണ്. മഹാത്മജി നമുക്ക് തരുന്നത് കാണാൻ സാധിക്കും. ബൈബിളും ഖുറാനും ഗീതയും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനവും വായനയും മഹാത്മജി കൊണ്ടുവന്നു. സംഗമത്തിൽ രാകേഷ് പി കെ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിറ്റി സെന്റർ സെക്രട്ടറി ജനാബ് കെ എം മക്ബൂൽ, സ്വാമി പ്രേമാനന്ദ, കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് തുടങ്ങിയവർ ഇഫ്താർ സന്ദേശം കൈമാറി. ടി സി താഹ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, വി സി അഷ്റഫ്, കെ വി രവീന്ദ്രൻ, ദയാനന്ദൻ മാസ്റ്റർ, എം പി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.